പങ്കാളി, നമ്മളപ്പോൾ ഇന്ന് ഈ നമ്മുടെ ചട്നി സീരീസിലെ ആദ്യത്തെ സാധനമല്ലേ ഇന്ന് ഉണ്ടാക്കുന്നത്? അതെ. എന്താ സാധനം? മഹാരാഷ്ട്രയിലെ ചട്നിയാണ് ഇന്ന് ആദ്യം ഉണ്ടാക്കുന്നത്. ഓ, മഹാരാഷ്ട്ര ചട്നി. ആ ചട്നിയുടെ പേര് പറയാം, ഹിർവി മിർച്ചി തേച്ച. ഹിർവി മിർച്ചി. ഹിർവി മിർച്ചി എന്ന് പറഞ്ഞ ഒരു മറാഠി വാക്കാണ്. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, പച്ചമുളക്. ഓ, തേച്ച എന്ന് പറഞ്ഞാൽ മിർച്ചി എന്ന് പറഞ്ഞാൽ പച്ചമുളക്. ഹിർവി എന്ന് പറഞ്ഞാൽ പച്ചമുളക്. തേച്ച എന്ന് പറഞ്ഞാല് ക്രഷ് ചെയ്തെടുക്കണം, അതായത് ഇതുപോലുള്ള ഇടിച്ചെടുക്കണം. ഇത് മിക്സിക്കകത്തൊന്നും അരച്ചെടുക്കുന്നതല്ല, ചതച്ചെടുക്കണം. നമ്മൾ ക്രഷ് ചെയ്തെടുക്കുന്ന ക്രഷ് ചെയ്തെടുക്കുന്ന പച്ചമുളക് ചട്നി. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരോ സാധനങ്ങൾ കാണിക്കുമല്ലേ, എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്? ആദ്യം വേണ്ടത് പച്ചമുളക് ഒരു 10 പിന്നെ വേണ്ടത് ഒരു 8 വെളുത്തുള്ളി. ചെറുതാണെങ്കിൽ 10. ഇതിപ്പോ വലുതാണ്, അതുകൊണ്ടാണ് 8 എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ നിലക്കടല. പിന്നെ വേണ്ടത് ജീരകമാണ്, അത് 1/2 ടീസ്പൂൺ ജീരകം. പിന്നെ വേണ്ടത് ഉപ്പ്, അതൊരു ടീസ്പൂൺ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, അതായത് 1/2 കപ്പ് മല്ലിയില. ആ തണ്ട് വളരെ പ്രാധാന്യമാണ്, തണ്ടോട് കൂടിയ 1/2 കപ്പ് മല്ലി. ഇത്രേ ഉള്ളൂ. ഒരു പാൻ വെക്കുക, വളരെ കുറച്ച്, അതായത് 1/2 ടീസ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജീരകം പൊട്ടാൻ വേണ്ടി വെക്കുക. പൊട്ടാന്ന് വെച്ചാൽ എന്താ പറയുന്നത്, പൊട്ടിക്കുക. ജീരകം പൊട്ടിക്കുക, ഒന്ന് മൂപ്പിക്കുക. പൊട്ടിയാൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ ഓരോന്നായിട്ട് ഇടുക. പച്ചമുളക്, വെളുത്തുള്ളി, നിലക്കടല, തൊലികളഞ്ഞ. ഇതിന് നമ്മള് മല്ലിയില നമ്മള് വറക്കില്ല, അത് പച്ചയായിട്ടാണ് ചതയ്ക്കുന്നത്. ഈ പച്ചമുളക് ചെറുതായിട്ട് കുമിളകൾ വരും, റോസ്റ്റ് ചെയ്യുമ്പോൾ. അതാണ് അതിന്റെ പരുവം. ഓക്കെ, ഒത്തിരി ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ടെമ്പറേച്ചർ. ഒരു 1-2 മിനിറ്റ് ചെറുതായിട്ട് പച്ചമുളകിലൊക്കെ ഇത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഒന്ന് വാടണം. ഇത് മഹാരാഷ്ട്രക്കാരുടെ വളരെ എന്താ പറയുന്നേ, അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതാണ്. അവര് ചപ്പാത്തിക്കും അവരുടെ ദാൽ ചോറിനും എല്ലാം എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നമ്മള് ചുട്ടരച്ച ചമ്മന്തി എല്ലാത്തിനും ഉപയോഗിക്കുന്നു. അതെ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ ഉപ്പ് ചേർക്കാം. മല്ലിയില നമ്മൾ ചേർക്കുന്നില്ല, അത് ഇതിന്റെ കൂടെ പച്ചയായിട്ട് ചതച്ച് ചേർക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് ആറാൻ വെക്കാം. ഇനി ഇത് നമുക്ക് ചതച്ചെടുക്കാം, മഹാരാഷ്ട്ര സ്റ്റൈൽ തന്നെ ആയിക്കോട്ടെ. മിക്സിയിലും മിക്സിയിൽ, പക്ഷെ വെള്ളം ഒഴിക്കാതെ അത് തന്നെ ചതച്ചെടുക്കണം. അല്ല, അപ്പോഴീ ഇത് ചേർക്കണ്ടേ നമ്മുടെ മല്ലിയില? ഒന്ന് ചതച്ചിട്ട് ചേർക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. മല്ലിയില ഇവിടെ എല്ലാം റെഡി ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമ്മുടെ ഒരു ചെറിയ കല്ലാണ്, അത് കാരണം എല്ലാം കൂടെ ഒന്നിച്ചിടാൻ. അതായിരുന്നു ഒരു മിനിറ്റ് വെച്ചാൽ. ചെറിയ പാത്രമാണ് മല്ലിയില പിന്നെ ചേർത്തത്, അല്ലെങ്കിൽ എല്ലാം ഒന്നിച്ചാണ് ചതക്കേണ്ടത്. ഓക്കെ, 1/2 കപ്പ് മല്ലിയില ചേർത്ത് ചതയ്ക്കാൻ പോവാണ്. ണ്ട് നല്ലൊരു മണമാണല്ലേ മല്ലിയുടെയും പിന്നെ ഈ വെളുത്തുള്ളിയുടെ എല്ലാം കൂടെ. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഏതാണ്ട് ഈ ടെക്സ്ചറിൽ കിട്ടും. അതായത് നമ്മള് വെള്ളം ഒഴിച്ച് അരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. അത് കണ്ടല്ലോ, ഇതാണ് സാധനം അല്ലേ? ഇതാണ് ഹിർവി മിർച്ചി തേച്ച. ഓക്കെ, എനിക്ക് പിന്നെ കടുക് വറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റെഡി ആയി കഴിഞ്ഞു ചട്നി. ലൈഫ് കുറവാണ്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കും. കാരണം ഇരിക്കുമ്പോൾ ഈ മുളകിന്റെ കുറച്ച് ബിറ്റർനെസ് ഒക്കെ ഇത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ ആവശ്യത്തിന് ഉണ്ടാക്കുക.
എങ്ങനെയുണ്ട്? ഓ സൂപ്പർ കേട്ടാ, നല്ല സൂപ്പർ. വാ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ മഹാരാഷ്ട്രൻ ചട്നി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ ചട്നി ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ, പുൽക്കയ്ക്കും മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ദോശയ്ക്കും നന്നാവുമെന്നാണ് നമ്മളുടെ ഒരു അഭിപ്രായം. തീർച്ചയായും അടുത്ത വിഭവവും, അടുത്ത ചട്നി സീരീസിലെ അടുത്ത വിഭവവുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. പങ്കാളി നമസ്കാരം.